അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാബാദ്. സീക്ലേറ്റ് എന്ന ചാനലിലൂടെ ഖുർആൻ ഒരുമിച്ച് മനഃപ്പാഠമാക്കാം എന്ന ഖുർആൻ ഹിഫ്ള് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു കാര്യവും ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നത് ബർക്കത്താണല്ലോ. ഇന്ന് നമ്മൾ ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണവും ഈ പേജിലെ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും പഠിക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമുക്ക് പ്രായമായില്ലേ, ഇനി ഇതൊക്കെ പഠിച്ചാൽ തലയിൽ കയറുമോ, കുട്ടികൾക്കല്ലേ വേഗത്തിൽ പഠിക്കാൻ കഴിയുക എന്നൊക്കെ. അവർക്കെല്ലാവർക്കും എനിക്ക് നൽകാനുള്ള മറുപടി ഇതാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നത് തൻ്റെ 40-ാം വയസ്സിലാണ്. അന്ന് മുതലാണ് ഖുർആൻ ഈ ലോകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അന്ന് കൂടെയുണ്ടായിരുന്ന മിക്ക സഹാബികളും ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയത് അവരുടെ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലുമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് പ്രധാനം. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഇൻഷാ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഫാത്തിഹ കണ്ണടച്ച് കേൾക്കുമ്പോഴോ ഓതുമ്പോഴോ ആ വരികൾ നിങ്ങളുടെ മനസ്സിൽ ഫോട്ടോ പോലെ കാണുന്നുണ്ടോ? പലർക്കും ഫാത്തിഹ അറിയാമെങ്കിലും കണ്ണടച്ചാൽ ആ വരികൾ മനസ്സിൽ തെളിയാറില്ല. കാരണം ഫാത്തിഹ അധിക പേരും വായിക്കാൻ അറിയുന്നതിന് മുൻപേ കേട്ടു പഠിച്ചത് കൊണ്ടാണ്. പിന്നെ മുസഫ് ഓതുമ്പോൾ പലരും ബൈഹാർട്ടായതുകൊണ്ട് നോക്കാതെയും ഓതും. അതും ഒരു കാരണമാണ്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ കളർ കോഡുള്ള പേജോ നിങ്ങൾ ഉപയോഗിക്കുന്ന മുസഫിലെ പേജോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോട്ടോ പോലെ പതിപ്പിക്കാനാണ്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ഈ പേജിലേക്കോ നിങ്ങളുടെ മുസ്ഹഫിലേക്കോ തന്നെ ശ്രദ്ധിച്ച് നോക്കി പഠിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലസീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇനി നമുക്ക് ആയത്തുകളുടെ അർത്ഥവും ഈ കളർ എന്തിനാ ഉപയോഗിച്ചത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ പേജിൽ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് കളറും കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളർ കൊടുത്തത് അവിടെ നിങ്ങൾ ആ അക്ഷരം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഗ്രേ കളർ കൊടുത്തത്. ഇനി ബ്ലൂ കളർ കൊടുത്ത ഭാഗം കനപ്പിച്ചും വെളിവാക്കിയും ഓതാൻ വേണ്ടിയാണ്. ഓറഞ്ച് കളർ കൊടുത്ത ഭാഗം 2 ഹർക്കത്ത് നീട്ടി ഓതാൻ വേണ്ടിയും ചുവപ്പ് കളർ കൊടുത്ത ഭാഗം 6 ഹർക്കത്ത് വരെ, അതായത് നല്ലപോലെ നീട്ടി ഓതാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇവിടെ ലാമിന് ഗ്രേ കളറാണ് കൊടുത്തിട്ട്, അവിടെ നിങ്ങൾ ആ ലാം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ലാമിന് ഗ്രേ കളർ കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം. അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിൻ്റെ അധിപനാകുന്നു അവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
ഞങ്ങളെ നീ നേരായ വഴിയിൽ നയിക്കണമേ. സിറാത്തല്ലസീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, കോപത്തിന് ഇരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ വഴിയിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങളുടെ മഹ്റജ് നിങ്ങളൊന്ന് വളരെ വ്യക്തമായി പ്രാക്ടീസ് തന്നെ ചെയ്യണം. എന്നാലേ അതിൻ്റെ ശരിയായ മഹ്റജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഈ മുസാഫിലെ പേജ്, നിങ്ങൾ ഓതുന്ന മുസാഫിലെയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ മുസാഫിലെ പേജോ നിങ്ങളുടെ മനസ്സിൽ പതിയണമെങ്കിൽ നിങ്ങൾ കൈവച്ച്, അതായത് ചൂണ്ടുവിരൽ വെച്ച് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ആയത്ത് തന്നെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് 5-6 തവണ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഓതണം. അതേപോലെ ഓരോ ആയത്തുകളും നിങ്ങൾ ശ്രദ്ധിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സിൽ കണ്ണടച്ച് ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഓരോ അക്ഷരങ്ങളും ഓരോ വരികളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ മുതൽ അൽ ബഖറ നമുക്ക് ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.